നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി വന്നു ഒരുപാട് പദ്ധതികളൊക്കെ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദത്തിന് കൂടിയാണ് ഇന്നത്തെ ദിവസം തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്. തലപ്പാടി മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാത റീച്ചുകൾ ഉദ്ഘാടനം ചെയ്യാനുള്ള പ്രധാനമന്ത്രിയുടെ പരിപാടിയിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. സംസ്ഥാനത്തിന് സാമ്പത്തിക പങ്കാളിത്തമുള്ള പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് മന്ത്രിയെ ഒഴിവാക്കിയതോടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പ്രതിഷേധം ഉയർത്തി മന്ത്രി റിയാസ് കോഴിക്കോട് സമാന്തര റോഡ് ഷോയും നടത്തി. റിയാസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ S സുരേഷും ഒക്കെ ചെയ്തത്. കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയെ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയ്ക്ക് മാത്രം പരാമർശിക്കുന്നത് ശരിയോ എന്ന് നമ്മൾ ജനങ്ങളോട് ചോദിക്കുകയാണ്. വകുപ്പ് മന്ത്രിയെ വെട്ടി BJP സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടുത്തിയത് ശരിയോ? ജനം പറയട്ടെ. ആകാശ് കോഴിക്കോടുള്ള കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം. ദേശീയപാത വികസന ഉദ്ഘാടന ചടങ്ങിൽ PA മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത് വലിയ ചർച്ചയാവുകയാണ്. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി റിയാസിനെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതും രാജീവ് ചന്ദ്രശേഖരനെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയതും ശരിയായ നിലപാടോ? നമുക്ക് പൊതുജനങ്ങളോട് ചോദിക്കാം. ഒരു 5500 കോടിയോളം രൂപ മുടക്കി നമ്മുടെ ഈ ഒരു മേഖലയിലുള്ള ഹൈവേയുടെ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അത് ഏറ്റെടുത്ത് ഒരു സർക്കാർ അതിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ട് ഈ രീതിയിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ ഇപ്പൊ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള ആ ഒരു മന്ത്രിയെ ഈ രീതിയിലായിട്ട് ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാതെ ഈ നിലവിൽ ഇത്രയും നാളും ഇതിന്റെ പുറകെ നടന്ന് ഈ രീതിയിൽ എല്ലാ നാഷണൽ ഹൈവേയുടെ ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടിക്കും ഇതിന്റെ ഭാഗമായിട്ട് നിന്നൊരു വ്യക്തിനെ ഇതിന്റെ ഭാഗമായിട്ട് വിളിക്കാതിരുന്ന് പോയിട്ടുള്ളത് അത് തികച്ചും ഒരു രാഷ്ട്രീയപരമായിട്ട് നോക്കുന്ന സാഹചര്യത്തിലായാലും അത് തികച്ചും ഒരു അപ്പൊളിറ്റിക്കലായിട്ടുള്ള രീതിയിലാണ് ഈ രീതിയിൽ ചെയ്തു പോയിട്ടുള്ളത്. ഇതിപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രൊജക്ട് എന്ന് പറയാൻ വേണം. ഇത് കാരണം വെച്ചാൽ ഇത് ഭൂരിഭാഗം അതിന്റെ സ്ഥലങ്ങൾ ഏറ്റെടുപ്പും കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരാണ് ചെയ്യുന്നത്. അതിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇതിന് മുന്നിട്ട് നിന്ന്. അപ്പം അയാളെ ആ ഒരു മന്ത്രിനെ ഇതിൽ മാറ്റിയെടുത്ത പൂർണ്ണമായിട്ടും ഒരു നല്ലൊരു രീതിയല്ല. കാരണം ഇത് ആ ഒരു പരിപാടി തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അത് ഭൂരിഭാഗം ഇതുപോലെ BJP പ്രവർത്തകരെയാണ് ഭൂരിഭാഗം സ്റ്റേജ് കയറ്റിയിരുത്തി അങ്ങനെ ഇരുത്തിയിട്ടുള്ളത്. അപ്പൊ തീർത്തും ഇത് ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണാൻ പറ്റുന്നത്. കേരളത്തിനകത്ത് ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസ് പൂട്ടിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായതാണ്. ഇവിടെ ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പറയുന്ന കിഫ്ബി വഴി ഏകദേശം 5580 കോടി രൂപയാണ് ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഇതിന് ഈ പറയുന്ന ദേശീയപാത വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ കേരളത്തിനകത്തേക്ക് ഈ ദേശീയപാത സാധ്യമാകുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് തികച്ചും രാഷ്ട്രീയപരമായ ഉദ്ദേശത്തിന്റെ ഭാഗമായി മാത്രം ഈ പറയുന്ന കേരളത്തിലെ ഈ പൊതുമരാമത്ത് മന്ത്രിയെ അടക്കം മാറ്റി നിർത്തുന്ന സമീപനമാണ് BJPയുടെ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി നോക്കുന്നത്. ഇതിപ്പം കേന്ദ്ര സർക്കാരിന്റെ ഐഡിയ ആണെങ്കിലും നമ്മളിപ്പം ഈ സ്ഥലം ഏറ്റെടുത്തത് നമ്മളെ കേരളത്തിലാണ്. അപ്പം കേരളത്തിൽ ആ സ്ഥലം ഭരിക്കുന്ന ഒരു MLA എന്നൊരു രീതിയിൽ MLA റിയാസിനെ വിളിക്കേണ്ടത് അവരുടെ കടമയാണ്. പക്ഷെ ആ ഒരു കടമയിൽ ഒരു പക്ക BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം പോലെ അവരത് ഏറ്റെടുത്ത് മറ്റുള്ളവരെയും അത് അങ്ങനെയാണ് പ്രചരിപ്പിച്ചത്. അപ്പം CPMന്റെ നേതാക്കളാണെങ്കിലും MLA-ലാണെങ്കിലും ആരും ക്ഷണിക്കാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ പക്ഷപാതപരമായിട്ടുള്ള ഒരു നിലപാടാണെന്നാണ് പറയാൻ പറ്റുക. നമുക്കറിയാം ഈ ദേശീയപാത NH66 ഒരു സമയത്ത് കേരള സർക്കാർ ഉപേക്ഷിച്ചൊരു പദ്ധതിയായിരുന്നു. ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ളതായിരുന്നു. ഇതിനെ തിരിച്ചു കൊണ്ടുവന്നത് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരുകളാണ്. ഈ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായിട്ടുമാണ് ഇന്ന് ഈ NH66 കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ് മുഹമ്മദ് റിയാസ്. സ്ഥലം ഏറ്റെടുക്കുന്നതായി ബന്ധപ്പെട്ടോട്ടെ അതിന്റെ മേൽനോട്ടമായിട്ട് ബന്ധപ്പെട്ടോട്ടെ റിയാസ് വഹിച്ചിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ല മുഹമ്മദ് റിയാസ് എന്നുള്ളതാണ് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്. പൊതുമരാമത്ത് മന്ത്രിയെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. പാർട്ടി പരിപാടിയല്ല, സർക്കാരിന്റെ പരിപാടിയിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നതും വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം. അതുതന്നെയാണ്